ഗുഡ് മോർണിംഗ്. ഇത് നമ്മളെ വീട്ടിൻ്റെ മുന്നാണ്. വീട്ടിൻ്റെ മുന്നിൽ ഫുൾ പച്ചപ്പാണ്. ഇത് കിളികളുടെ കളകളുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ രാവിലെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്. മഴയത്ത് മുട്ടപ്പഴക്കെ താഴെ വീണിട്ടുണ്ട്. ഇത് കാഴ്ച തന്നെ നമ്മളാരും കണ്ടിട്ടില്ല. ഇപ്പം വീണേരാ കണ്ട. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ നമ്മളെ തീറ്റ സ്റ്റാർട്ട് ചെയ്യാന്ന്. പുട്ടും പഴമാണ് കഴിക്കാനുള്ള. ഇത് യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് മാങ്കോൻ്റെ ഉള്ളിൽ മറ്റേ മിൽക്കൊക്കെ നിറച്ചിട്ടുള്ള എന്തൊരു സംഭവം ഉണ്ടാക്കാൻ നോക്കിയിട്ട് പാളിപ്പോയതാണ്. അപ്പോൾ പിന്നെ വെറുതെ മാങ്ങ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നേരെ നമ്മൾ ഷേക്കിലേക്ക് കടന്ന്. ഷേക്ക് ഫ്രീസറിൽ വെച്ചോണ്ട് നല്ലോണം കട്ട പിടിച്ചിട്ടുണ്ട്. മാംഗോ ഷേക്കൊക്കെ ആക്കി കുടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അടുത്ത വിശപ്പിൻ്റെ വെളി വന്നേ. അപ്പോൾ നമ്മളൊരു മേഗിയാക്കി കഴിക്കാൻ പോവാന്ന്. നല്ല മഴയത്ത് ഈ ചായയും മറ്റേ പരിപ്പടൊക്കെ കഴിക്കാൻ നല്ല രസമായിരിക്കില്ലേ? അതുപോലെ തന്നെ അത് മേഗി കഴിക്കാനും. ഇപ്പം നല്ല മഴയുണ്ട് പുറത്ത്. ഇപ്പം മേഗി കഴിക്കാൻ പോവാന്ന്. പരസ്യത്തിൽ പറയുമ്പോൾ തന്നെ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇനി കഴിക്കാൻ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഉച്ചക്കത്തെ ചോറിന് ഇത് പൊരിച്ചാമ കൊഞ്ചം വരട്ടിയതും പിന്നെ അച്ചാറ് പിന്നെ പയറ് വറവൊക്കെ ഉണ്ട്. കൊഞ്ചനെ കൂട്ടിട്ട് ചോറ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നമ്മളിന്ന് പുറത്ത് പോകാൻ പോവാന്നേ. ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ ഒന്ന് സാരംഗിനെ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോകണം. പിന്നെ എനിക്കിത്തിരി ക്രാഫ്റ്റ് സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പോകാൻ പോവാന്ന്. സാരംഗി തലയിൽ ഇങ്ങനെ ടവലൊക്കെ കെട്ടിയിട്ട് ഹെൽമെറ്റൊക്കെ വെക്കും. മുടി ഊരിപ്പോകുന്നു ഇവൻ പറയാ. ഞാനങ്ങനെ വെക്കാനൊന്നുമില്ല. ഇത് നമ്മൾ സാരംഗ് പഠിച്ച സ്കൂളാന്നേ. എത്ര ഒരു സാരംഗ് പഠിച്ച 5 പഠിച്ച സ്കൂളാണ് ഇത്. നമ്മൾ ഇതിലൂടെയാണ് പോകുന്നത് മാവേലി സ്റ്റോറിലേക്ക്. മാവേലി സ്റ്റോറിലെത്തിയപ്പോൾ അമ്മ എന്തൊക്കെയാണ് വാങ്ങാൻ പറഞ്ഞതെന്ന് ഒരു ഓർമ്മയില്ലേനു. പിന്നെ കാണുന്നത് എന്തൊക്കെയോ എടുത്തിട്ടേക്ക് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ക്രാഫ്റ്റ് ഷോപ്പിലേക്കാണ് പോയത്. PKGയിൽ അവിടെ എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസും കിട്ടും. എനിക്കാണെങ്കിൽ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങാനും അവിടേക്കാണ് പോവുക. ഇതൊക്കെ നമ്മൾ പണ്ടത്തെ 1ാം ക്ലാസ് പഠിക്കുമ്പോൾ ഓർമ്മകളല്ലേ. ഇതൊക്കെ കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിക് തോന്നി. അതുകൊണ്ട് ഇതൊക്കെ എടുത്തതാണ്. എനിക്ക് പണ്ട് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഈ ഫസ്റ്റ് 2 മാസം വെക്കേഷൻ ലീവ് എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പുതിയ സ്ലേറ്റ്, പൗച്ച്, ബോക്സ് അതൊക്കെ നമുക്ക് പുതിയ കിട്ടുമല്ലോ. ബാഗ് കളർഫുള്ളായിട്ടുള്ള ഇതൊക്കെ എടുത്തിട്ട് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഒരാഴ്ച മാത്രമേ ഉണ്ടാവും ഈ ഇൻട്രസ്റ്റൊക്കെ. പിന്നെ ആ പഴയ മടിയിലേക്ക് തന്നെ പോവും. ഇവിടെ കുറേ നല്ല കളർഫുള്ളായിട്ടുള്ള പൊതിയൊക്കെ ഉണ്ട്. നമ്മളെ പണ്ടത്തെ ഏഷ് കളർ പൊതിയൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ നേരെ റിൻഷാദേട്ടൻ്റെ കടയിലേക്ക് പോയി. അവിടെ നിന്ന് ഉദ്ഘാടനമായിരുന്നു. ഉദ്ഘാടനത്തിന് എത്താൻ പറ്റിയില്ല, കുറച്ച് ലേറ്റായി പോയി. പിന്നെ അവിടെ സാരംഗിൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിതാ സാരംഗിനെ കാണിക്കാൻ വേണ്ടി എത്തിക്കാന്ന്. അത് നമ്മൾ കാണിക്കാൻ പോകുന്ന ഡോക്ടറെ വീട്. നമ്മൾ വരുമ്പോൾ ഒരു ആനേനെ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കുറച്ച് വാങ്ങിയൊക്കെ വാങ്ങി. ഈ ഏട്ടൻ്റെ അടുത്ത് വന്ന എല്ലാ സാധനവും നമ്മൾ വാങ്ങാം. ഈ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ. മഴക്കാലത്ത് എന്താണെന്നറിയില്ല, വല്ലാത്ത വിശപ്പാണ്. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒരു പഴുത്ത മാങ്ങ കിട്ടി. അതിലിത്തിരി മുളകും ഉപ്പൊക്കെ പുരട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ മഴ തിന്ന ഒരു വല്ലാത്ത ടേസ്റ്റ് തന്നെയാണ്. രാത്രി നമ്മൾ ചട്ടിയിലാണ് കഴിക്കാൻ പോകുന്നത് ചോറ്. നല്ല കൊഞ്ചം വരട്ടിയ ചട്ടിയുണ്ട്. കൊഞ്ചനുണ്ട്. പിന്നെ ഞാൻ ചട്ടിയിലെ ചോറ് കഴിക്കും. ചട്ടി ചോറ് കഴിക്കുന്ന വേറെ തന്നെ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ എല്ലാം നല്ലോണം ഞമണ്ടി കുഴച്ചിട്ട്
ഇങ്ങനെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇത് ചട്ടിയിൽ നിന്നൊക്കെ കഴിച്ചാൽ പിന്നെ ചട്ടിയിൽ നിന്നേ കഴിക്കൂ, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ ഈ ചട്ടിയിലെ ചോറോട് കൂടി നമ്മൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് അവസാനിക്കാന്നേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കറേ.